ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? അപ്പോൾ ഞാൻ കരുതി ആ ഒരു വീഡിയോ ഒന്ന് ഇടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയതല്ല, ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഹാഫ് kg ഓൾമോസ്റ്റ് 200-250 സംതിങ് ആണ്. ഞാൻ മറന്നു കേട്ടോ മേടിച്ചപ്പോൾ. കരുതി ഒന്ന് ഉണക്കി പൊടിക്കാമെന്ന് കരുതി കേട്ടോ. ആക്ച്വലി നമ്മൾ പാക്കറ്റായിട്ട് മേടിക്കുമ്പോൾ അതെത്ര അത് ഒറിജിനലാണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കരുതി നമുക്കിങ്ങനെ മേടിച്ചിട്ട് ഉണക്കി പൊടിക്കാമെന്ന്. ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മേടിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചെത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞായിട്ട് അരിയാം. ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ചാൽ കുഞ്ഞായിട്ട് അരിയുമ്പോൾ ഇങ്ങനെ ചിപ്സ് പോലെ ഇങ്ങനെ കിട്ടും. നല്ല അങ്ങനത്തെ കിട്ടും കേട്ടോ. ഏകദേശം ഒരു 2 or 3 days ഇത്രയും മതിയാവും ഉണങ്ങി കിട്ടാനായിട്ട്. ഞാൻ ഇവിടെ ആകെ വെച്ചേക്കുന്ന 2 ദിവസത്തേക്കുള്ളതാണ്. ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ. ഗൈസ്, നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയത്തില്ല, അതുപോലെ തോന്നുന്നത് കണ്ടിട്ട് പെട്ടെന്ന് മഞ്ഞളാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ക്യാരറ്റ് പോലെ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇത് ഉണങ്ങി ആകെ 2 days വെച്ചതേ ഉള്ളൂ ഗൈസ്. ഇപ്പോഴത്തെ വെയിൽ കാരണം അത്രത്തോളം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ നല്ല ചില്ലിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഉണങ്ങിയ ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ പോകണം. നമ്മുടെ സാധാ മിക്സിയുടെ ജാറിൽ തന്നെയാണ് പൊടിക്കുന്നത്. കാരണം അത്രത്തോളം അല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഒരു ഹാഫ് kg മേടിച്ചതാണ്. അപ്പോൾ ഉണങ്ങി വന്നപ്പോഴത്തേക്കും ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കുകയാണ് ഗൈസ്. നമുക്ക് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത്രയും ജാറിലിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. കട്ടി കൂടിയിട്ട് ഇങ്ങനെ കനത്തിൽ അരിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പൊടിച്ചപ്പോൾ നല്ല മണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ഉണങ്ങി പൊടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എനിക്ക് നല്ലവണ്ണം അത് ഇഷ്ടമായി. അങ്ങനെ നമ്മളൊരു ടൈറ്റായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഇട്ട് വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫേസിലും അതുപോലെ ഫേസിലൊക്കെ നമുക്ക് നന്നായിട്ട് പാക്കാക്കി ഇടാം കേട്ടോ ഗൈസ്. താങ്ക് യു. അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.